LDF ജാഥ രണ്ടാം ദിനം കാസർഗോഡ് ജില്ലയിൽ തന്നെയാണ് പര്യടനം തുടരുന്നത്. അല്പസമയത്ത് തന്നെ ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ജാഥ എത്തും. ഇപ്പോൾ നമ്മോടൊപ്പം CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ചേരുന്നുണ്ട്. ഇന്നലെ കുമ്പളയിൽ ആവേശകരമായ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികം LDFിൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് ജാഥ എത്തുന്നത്. എങ്ങനെയാണ് ജാഥയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ? വളരെ ഉജ്ജ്വലമായിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് ജില്ലയിലാകെ നടക്കുന്നത്. ഇന്നലെ തുളുനാടൻ ഗ്രാമഹൃദയത്തിൽ ഇടതു മുന്നേറ്റത്തിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് കുമ്പളയിൽ നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പൊക്കെ നടന്നപ്പോൾ വടക്കൻ മേഖലയിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇടത് പ്രസ്ഥാനത്തിന് വലിയ പോറലേൽക്കുന്നു, ക്ഷീണം തട്ടുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിക്കത്തക്ക രീതിയിലേക്കുള്ള ഉജ്ജ്വലമായ ജനമുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇന്നലെ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിനുശേഷമുള്ള കാസർഗോഡ് സ്വീകരണ കേന്ദ്രം. കാസർഗോഡ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനമില്ല. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയൊക്കെ അല്പം സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. എന്നാൽ അതിൽ തന്നെ വ്യത്യസ്തമായി ഇരു വർഗീയതകൾക്കെതിരായും ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഇടതു പ്രസ്ഥാനത്തെ കൂടുതൽ മതേതരവാദികൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ തയ്യാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്നലെയുള്ള കാസർഗോഡ് സമാപന യോഗത്തിലെ ജനങ്ങളുടെ പങ്കാളിത്തം. ഇന്ന് സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വളരെ കരുത്തുറ്റ പ്രദേശങ്ങളിലൂടെയാണ് ഇന്ന് ജാഥ പര്യടനം നടത്തുന്നത്. ആദ്യ സ്വീകരണം ഇന്ന് രാവിലെ ഉദുമ മണ്ഡലത്തിലാണ്. ശ്രദ്ധേയമായിട്ടുള്ള ജനപങ്കാളിത്തം കൊണ്ടുള്ള സ്വീകരണമായിരിക്കും ഉദുമ മണ്ഡലത്തിൽ പെരിയാട്ടെടുക്കത്ത്. അതിനുശേഷം കാഞ്ഞങ്ങാടാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കരുത്തുള്ള അസംബ്ലി നിയോജക മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാടും വലിയ ജനപങ്കാളിത്തമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഇന്ന് ജില്ലാതല സമാപനം തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിലാണ്. കയ്യൂരിൻ്റെയും മുനയംകുന്നിൻ്റെയും എല്ലാം ഉജ്ജ്വലമായിട്ടുള്ള വിപ്ലവ പാരമ്പര്യമുള്ള മണ്ണാണ്. നിരവധി സാമ്രാജ്യത്വ വിരുദ്ധ ജന്മിത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ എല്ലാം തന്നെ കൊടക്കാട്, ചീമേനി, ഉദിനൂർ പോലെയുള്ള നിരവധി കർഷക സമരങ്ങളുടെ എല്ലാം ഉജ്ജ്വലമായിട്ടുള്ള ചരിത്രം ഇരമ്പുന്ന മണ്ണാണ്. ആ അർത്ഥത്തിലെല്ലാം കൂടുതൽ ജനങ്ങൾ ഈ ജാഥയെ വരവേൽക്കാൻ വരുമെന്നുള്ളത് ഉറപ്പാണ്. മറിച്ച് ഈ ജാഥ സ്വീകരണത്തിൽ ഒരു പ്രത്യേകത, ന്യൂ ജനറേഷൻ യൂത്ത് സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റിൽ നിന്ന് നല്ലൊരു വിഭാഗം യുവാക്കൾ, അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇന്നലെ കുമ്പളയിലുണ്ടായത്. വളരെ ആവേശകരമായിട്ടുള്ള യുവജന പങ്കാളിത്തമായിരുന്നു ഇന്നലത്തെ ജാഥ സ്വീകരണത്തിലുണ്ടായത്. അതിനുശേഷം നടന്ന കാസർഗോഡ് പരിപാടിയിലും വലിയ മുന്നേറ്റമായിരുന്നു. അതിലുപരി സ്ത്രീ പങ്കാളിത്തം സ്വാഭാവികമാണ്. വളരെ നല്ല രീതിയിൽ തന്നെ സ്ത്രീ മുന്നേറ്റം എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടിയുടെ പരിപാടികളിലും ജില്ലയിലുണ്ടാകാറുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്നലെയും വലിയ സ്ത്രീ മുന്നേറ്റമായിരുന്നു ഈ ജാഥ സ്വീകരണത്തോടനുബന്ധിച്ചുണ്ടായത്. അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് കേരളത്തിൻ്റെ വികസനവും ക്ഷേമ പദ്ധതികളും ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കാനും ഒപ്പം കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഉതകുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വികസന മുന്നേറ്റ ജാഥയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനൊരു പ്രൗഢഗംഭീരമായ തുടക്കം കുറിക്കാൻ വരും നാളുകളിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നാം ഗവൺമെൻറ്റിലേക്ക് തന്നെ എത്തത്തക്ക രീതിയിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന് മണ്ണൊരുക്കുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു വിളംബര വേദിയായി ജാഥാ സ്വീകരണ യോഗങ്ങളെല്ലാം തന്നെ മാറുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ ആവേശകരമായ വരവേൽപ്പ് കാസർഗോഡ് ജില്ലയിൽ എമ്പാടും LDF ജാഥക്ക് നൽകുമെന്നാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ പറഞ്ഞിരിക്കുന്നത്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം PV കുട്ടൻ.